ഹായ്, നമുക്ക് വീണ്ടും ഒരു പരീക്ഷണം കണ്ടാലോ? അപ്പോൾ വെള്ളക്കടലയും ചുമന്ന കടലയും നമ്മൾ തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളക്കടല ഞാൻ ഫേസിൻ്റെ റൈറ്റ് സൈഡിലും അതേപോലെ ചുമന്ന കടല ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡിലുമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ വെള്ളം വെച്ചിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു തരിപ്പൊക്കെ ഉള്ള ഒരു പരുവത്തിലാണ്, എന്താ പറയുക, ഒരു സ്ക്രബ് മോഡലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റോളം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയപ്പോഴത്തേക്കിന് വാഷ് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ സ്ക്രബ് ഒന്നും വേറെ ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് അത് വാഷ് ചെയ്ത് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നോക്കിയാൽ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡിലാണ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് റൈറ്റ് സൈഡിനെക്കാട്ടിലും. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളക്കടലയ്ക്ക് പകരം ചുമന്ന കടല, അതാണ് കുറച്ചും കൂടി എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഒരു ടാനൊക്കെ നന്നായിട്ട് അത്യാവശ്യം റിമൂവ് ആയിട്ടുണ്ട്, കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ തോന്നുന്നെങ്കിലും കുറച്ചും കൂടി നമ്മൾ ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ചുമന്ന കടല തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.